ചങ്ങായിമാരെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ബ്രഹ്മ ബൂമർ സ്വാമി എന്ന പേരിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന രമേശനില്ലേ, രമേശനെ കുറിച്ചാണ്. ഈ ചങ്ങായിനൊന്നും സ്വാമി എന്ന് പറയാനേ കഴിയില്ല. കാരണം ഉണ്ടല്ലോ, വായി എടുത്ത അമ്മാതിരി വൃത്തിയാണ് ഈ ചങ്ങായി പറയുന്നത്. അതുകൊണ്ട് ഈ ചങ്ങായിന്ന് ഒരിക്കലും സ്വാമി എന്ന് പറയാനേ പറ്റൂല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഈ രമേശൻ ഉണ്ടല്ലോ, എന്റെ ഒരു വീഡിയോക്ക് വന്നിട്ട് എന്റെ ഒരു ഭീഷണിപ്പെടുത്തല്, ഒരു ഒന്നൊന്നര ഭീഷണിപ്പെടുത്തല്. ഏതായാലും ഞാനുണ്ടല്ലോ ആ ഭീഷണി കമന്റ് ഇവിടെ വായിക്കാം. ആ കമന്റിന് ഞാൻ കൊടുത്ത റിപ്ലൈ ഇല്ലേ, അതും കൂടി ഞാൻ വായിക്കാം. ചങ്ങ ഇതാണ് കമന്റ് ഇട്ടത്. നിങ്ങൾ സകലരെയും ശത്രുക്കളാക്കുകയാണ്, നിന്റെ വളിച്ച ചിരി താമസിയാതെ മായും. അതിന് ഞാൻ കൊടുത്ത റിപ്ലൈ ഇതാട്ടാ: നീ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കില്ലെങ്കിൽ നിന്നെ ഞാൻ കരയിച്ചു തരാം, റിപ്ലൈ ബൂമറേന്ന്. ഞാൻ കൊടുത്ത റിപ്ലൈ കണ്ടല്ല, ഇതുവരെ നമ്മൾ ഈ രമേശനുണ്ടല്ല ഇതുവരെ റിപ്ലൈ എനിക്ക് തന്നിട്ടില്ല. ഈ സ്വാമിന്റെ സ്ഥിരം പരിപാടിയാണ്. ഇയാൾക്കെതിരെ ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ അന്നേരം ഉണ്ടല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിട്ട് ആ ചാനലങ്ങ് പൂട്ടിക്കും. അമ്മാതിരി വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ല ഈ ചങ്ങായിക്കുണ്ട്. ഞാൻ പറയുന്ന രമേശ, ഈ വീഡിയോക്ക് അങ്ങനെ നീ കോപ്പിറൈറ്റ് അടിച്ചിട്ട് എന്റെ ചാനൽ അങ്ങനെ പൂട്ടിക്കുന്നെങ്കിൽ നീ ഉണ്ടല്ല നിലപാടില്ലാത്ത മനുഷ്യൻ മാത്രമല്ല, നാണവും മാനവും ഉളുപ്പില്ലേ അതൊന്നും ഇല്ലാത്ത മനുഷ്യനാണെന്ന് ഞാനങ്ങ് പറയും. ഇനി നിങ്ങൾ വിചാരിക്കും ഈ രമേശ സ്വാമി എന്റെ വീഡിയോക്ക് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത്? അതിന് കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാനുണ്ടല്ല ബിനോജ് നായരല്ലേ, ഇപ്പൊ ചാണകക്കുണ്ടിൽ കൂടെ നമ്മൾ ബിനോജ് നായർ അയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ല. ആ വീഡിയോക്കടിയിലാണ് ഇയാൾ വന്നിട്ട് ഇമാതിരി കമന്റ് ഇട്ടത്. അതായത് ബിനോജ് നായർ കാലുമാറിയിട്ട് ചാണകക്കുണ്ടിൽ വീണെന്ന് പറഞ്ഞിനി ഈ ചങ്ങായിക്ക് എന്തിനാണ് കുരുപൊട്ടുന്നത്? ഞാൻ ഈ ചങ്ങായിക്കെതിരെ, ഈ രമേശ സ്വാമിക്കെതിരെ ഇതുവരെ ഒരു വീഡിയോയിലും ഒരക്ഷരം ഉണ്ടില്ല. പക്ഷെ ബിനോജ് നായർ സംഖ്യ എന്ന് പറഞ്ഞപ്പം ഈ ചങ്ങയ്ക്ക് വല്ലാതെ കുരുപൊട്ടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബിനോജ് നായരെ പറയുമ്പം ഈ ചങ്ങായിക്ക് കുരുപൊട്ടണമെങ്കിൽ ഈ ടീമൊക്കെ ഒരൊറ്റ ബെൽറ്റാണെന്ന്. അതായത് ബിനോജ് നായരുണ്ടല്ലോ, അയാൾ ചാണകക്കുണ്ടിൽ വീണ് നമ്മൾ ഈ സ്വാമിജി ഉണ്ടല്ലോ, രമേശ സ്വാമിജി അടുത്ത് തന്നെ ആ ചാണകക്കുണ്ടിൽ പൂർണ്ണമായിട്ടും വീഴും. അതാണ് ഇവരൊക്കെ ഉണ്ടല്ല ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇയാൾ സംഖ്യയല്ല, ഇയാളുണ്ടല്ല ഒരു CPM കാരനാണ്, ഒരു സഖാവാണെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞ, ഒരു CPM കാരനായാലും ഒരു സഖാവായാലുണ്ടല്ല മുസ്ലിം ലീഗിനെ നല്ലോണം വിമർശിക്കും. പക്ഷെ മുസ്ലിങ്ങളെയും മദ്രസകളെയും ഉണ്ടല്ല ഒരിക്കലും ഒരു കുറ്റവും വരില്ല. അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളൊരു സഖാവേ അല്ല, അയാളുണ്ടല്ല ശരിക്കും ഒരു സംഖ്യ മാത്രമാണ്. അതായത് ഒരു യഥാർത്ഥ സഖാവുണ്ടല്ല, അയാൾ മുസ്ലിങ്ങളെ കുറിച്ചോ മദ്രസകളെ കുറിച്ചോ ഒരു വൃത്തികേടും പറയൂല. പിന്നെ ഇയാൾ സംഖ്യകളെ വിമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ഈ ബിനോജ് നായർ, ഞാനിപ്പോ പറഞ്ഞു ബിനോജ് നായരല്ലേ എത്ര കാലം സംഖ്യകളെ വിമർശിച്ചാന്ന്. ഇപ്പോഴോ ആ ചാണകക്കുണ്ട് പോയി സംഖ്യക്ക് വേണ്ടി വിടുപണി എടുക്കുന്നത് നാണവും മാനവും ഇല്ലാതെ. അപ്പൊ നമ്മളുണ്ടല്ലോ ഈ സ്വാമിജിനെയും അടുത്ത് തന്നെ സംഖ്യക്ക് വേണ്ടി വിടുപണി എടുക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റൂ. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ല ഈ രമേശൻ എത്ര വിദഗ്ധമായിട്ടാണ് മുസ്ലിങ്ങളെ പഠിച്ചെന്ന് വ്യക്തമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് ഇയാളുടെ ഉദ്ദേശം ഉണ്ടല്ല, ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടല്ല, ഒരു വീട് ഉണ്ടാക്കലായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഇയാളുണ്ടല്ല മുസ്ലിങ്ങളെ ഇങ്ങനെ സുഖിപ്പിച്ച് കൊണ്ടിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ്ടല്ല മുസ്ലിങ്ങളെ സുഖിപ്പിച്ചുകൊണ്ടുള്ള കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം മുസ്ലിങ്ങളെ തെറി വിളിക്കുന്നില്ലേ ആ വീഡിയോയും കാണിച്ചു തരാം. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ സ്തോത്രം. അല്ലാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിപ്രദിനത്തിന്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിന്റെ കോപത്തിന് പാത്രമായവരുടെ, വഴിപിഴച്ചവരുടെ അവരുടെ മാർഗത്തിലേക്കല്ല. തുറന്നു പറയാണ്, എന്റെ 65 വയസ്സ് കൊണ്ട് എനിക്കിപ്പോ ഇത്രയും കാലം ഇതുവരെയും തുറന്നു പറയാത്തൊരു കാര്യം, ഒരു സ്ഥലത്ത് വെച്ച് തുറന്നു പറയാത്തൊരു കാര്യം, എന്നെ നിങ്ങൾ സഹായിക്കണം. എന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളെ വീടിന്റെ ജനാലയ്ക്കും അവിടെ ഇവിടെയും കിടക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ആറടി മണ്ണ്, എന്റെ സ്വന്തം ആറടി മണ്ണ്, ഇത് എന്റെ വീട് എന്നതിലുപരി നമ്മളുടെ വീട് ആണെന്നുള്ള സത്യമാണല്ലോ, അതൊരു ഭംഗിവാക്കല്ലല്ലോ വാസ്തവത്തിൽ. കൂടുതലായിട്ടൊന്നും ഇപ്പൊ പറയുന്നില്ല. അപ്പോ നിങ്ങളെനിക്ക് സമ്മാനിച്ച് സ്വാമിജിയുടെ കൂടെ ഇതാണ്, ഈ കണ്ടതൊക്കെയാണ്. ഞാൻ നന്ദി നിങ്ങൾ ആരോടും പറയുന്നില്ല, നന്ദി ആരോട് ചൊല്ലേണ്ടു എന്നൊരു ചോദ്യം, വലിയൊരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എല്ലാ നന്ദിയും അവങ്കരയ്ക്ക്, എല്ലാ നന്ദിയും പരമകാരുണികനായിട്ടുള്ള അല്ലാഹുവിന് സമർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. പിന്നെ എന്താ വേണ്ടത്? എമ്മാതിരി സുഖിപ്പിക്കലാണ് ഈ ചങ്ങായി മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നത്. ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടതുണ്ടല്ല, PC ജോർജ് ഇല്ലേ, PC ജോർജിലാണ് ഇതുപോലെ ഒരാളെ ഞാൻ മുന്നേ കണ്ടത്. സെയിം PC ജോർജ് എന്തൊക്കെയാണ് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞത്, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്, അതേ സംഭവങ്ങൾ തന്നെയാണ് ഈ ചങ്ങായും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് നമ്മളെ സ്വാമിജി ഉണ്ടല്ല ഒരു അടിപൊളി വീട് സ്വന്താക്കി. അങ്ങനെ വീടൊക്കെ സ്വന്താക്കി കടങ്ങളൊക്കെ തീർത്തേശം നമ്മളെ സ്വാമിജി ഉണ്ടല്ല പഴയ രമേശന്റെ ആ സ്വഭാവം പുറത്തെടുത്ത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന മുസ്ലിങ്ങളെ
നിങ്ങളുണ്ടല്ലോ പറ്റുമെങ്കിൽ മാത്രം ഈ വീഡിയോ അങ്ങോട്ട് കാണൂ. കാരണം അത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഈ ചങ്ങയുണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് ഇത്രയും കാലം മുസ്ലിങ്ങളെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ ഈ നാറിയിടില്ല പിന്നെ പലതും മുസ്ലിങ്ങളെ കുറിച്ച് അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചങ്ങയുണ്ടല്ല എത്രമാത്രം എത്രമാത്രം തരംതാഴ്ന്ന മനുഷ്യനാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള മുറിയണ്ടികൾ ഒരാള് പോലും ഒരു ചില്ലിക്കാശ് എനിക്ക് തന്നിട്ടില്ല. ജിഹാദ്, ഹലാല്, തുപ്പല്, തീവ്രവാദികള് ഇത്തരം പദങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമോഫോബിയ പടർത്തി മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുവാനും അവരെ നികൃഷ്ട ജീവികളാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ നടന്നു. ഇപ്പോഴും ആ ശ്രമം നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അന്ന് മനസ്സും തനസ്സും ഒപ്പം ധനവും മറന്നുകൊണ്ട്, എന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മറന്നുകൊണ്ട് ഞാൻ ഈ സമുദായത്തെ നല്ല മനസ്സോടു കൂടിയിട്ടാണ് സേവിച്ചത്. എനിക്ക് അവരോട് മറുപടിയായിട്ട് പറയാനുള്ളത്, ആദ്യം ഞാൻ നിങ്ങൾക്ക് തന്നു എന്റെ മനസ്സ്, എന്റെ മനസ്സിന്റെ സദ്ഭാവങ്ങൾ. പിന്നീട് നിങ്ങൾ തന്നു, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ തന്നു. അപ്പൊ കാര്യങ്ങളെല്ലാം സമാസം. ഇന്നത്തെ സാഹചര്യത്തില് ഈ വക ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഉണ്ടോ? ഇത്രയും ബന്ധം പോലും നിങ്ങൾക്കില്ല. ഇത് എന്റെ വീടാണ്, എന്റെ അധ്വാനത്തിന്റെ ഫലം. ഇപ്പോ നിങ്ങൾ കയറി കൊത്തി മുറത്തിൽ കയറി കൊത്താൻ ശ്രമിക്കുകയാണ്, ഹിന്ദുക്കളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കുത്തിയാൽ മറിഞ്ഞു വീഴുന്ന ഗോപുരമല്ല ഹിന്ദുക്കളുടേത്. ഇവിടെയുള്ള ഹിന്ദുക്കള് വിദ്യാശതപുര പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന്, അതല്ലെങ്കിൽ ഹിമാലയത്തിന് മുകളിൽ കയറി നിന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ മൂത്രം വിളിച്ചാൽ മതി. ഇവിടെ ഒഴുകി പോകുന്ന സാധനങ്ങളാണ് ഈ മുസ്ലിങ്ങൾ, മുറിയണ്ടികൾ. കണ്ടല്ലോ ഇയാളെ സഹായിച്ച, ഇയാൾക്കൊരു വീട് വെച്ചു കൊടുത്ത മുസ്ലിങ്ങളാ ഇയാൾ എന്ത് വൃത്തികെട്ട പേരിലാണ് വിളിച്ചതെന്ന്. അതുമാത്രമല്ല ഇയാൾ മുസ്ലിങ്ങൾ എത്രമാത്രം വൃത്തികെട്ട രീതിയിൽ എത്രമാത്രം വർഗീയപരമായിട്ടാണ് ഇവിടെ പറഞ്ഞതെന്ന് കേട്ടില്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിനിയായ നമ്മൾ വിശകലയില്ലേ, വിശകല പോലും ഉണ്ടല്ലോ മുസ്ലിങ്ങളെ കുറിച്ച് ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ടില്ല. അതായത് വിശകലയുടെ മനസ്സിലുള്ളതിനേക്കാളും വർഗീയത ഉണ്ടല്ല ഈ നാറിയുടെ, ഈ രമേശൻ എന്ന് പറഞ്ഞ ഈ നാറിയുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട്. ആദ്യം ഈ വട്ടവളയം പറഞ്ഞ് മുസ്ലിങ്ങളുണ്ടല്ലോ ഒരു സഹായവും ഈ ചങ്ങായിക്ക് ചെയ്തില്ലെന്ന്. പിന്നെ ഇതേ ചങ്ങായി പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ പരമാവധി സംസാരിച്ചിന്, അവരെ ഞാൻ പരമാവധി സംസാരിച്ചുകൊണ്ട് സഹായിച്ചിന്, അതുകൊണ്ട് അതിന് കിട്ടിയ പ്രതിഫലം മാത്രമാണ് മുസ്ലിങ്ങൾ തന്ന ഈ വീട് എന്ന്. വേട്ടാവളൻ രമേശ, നീയും ഞാനും ഉണ്ടല്ല, നീയും ഞാനടങ്ങുന്ന ഹിന്ദുക്കള് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ല ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ഈ ഇന്ത്യയിൽ സംഭവിക്കൂല. അതായത് ഞാനും നീ ഉള്ളത് കൊണ്ടൊന്നല്ല മുസ്ലിങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടല്ല അഭിമാനത്തോട് ജീവിക്കുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്കട്ട. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ല അവർക്കൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയാം? അവരെ ആരെങ്കിലും സ്നേഹിച്ചാലുണ്ടല്ല അവരുടെ കണ്ണു അടച്ചിട്ടില്ല തിരിച്ചങ്ങോട്ട് സ്നേഹിക്കും. അതാണ് മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നിന്നെ മുസ്ലിങ്ങൾ സ്നേഹിച്ചതുകൊണ്ടാണ്, കണ്ണുടച്ച് സ്നേഹിച്ചതുകൊണ്ടാണ് നീ ഇപ്പോഴല്ല ഒരു വീട്ടിൽ കിടന്നിട്ട് അവിടെ ഇരുന്ന് ആ വീടെടുക്കാൻ സഹായിച്ച മുസ്ലിങ്ങളുണ്ടല്ല ഇമാതിരി തെറി വിളിക്കുന്നത്. അങ്ങനെ നീ അവരെ തെറി വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നീ ഉണ്ടല്ല ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വെറും നാറിയായത് കൊണ്ടാണ് നീ അവരുണ്ടല്ല സഹായിച്ചവരാ തെറി വിളിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങളെ സുഖിപ്പിക്കുന്നത് ആരായാലും അവരൊന്നുണ്ടല്ല കണ്ണുടച്ച് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലാട്ടാ. അതിപ്പോ ഞാനായാലും ശരി, നിങ്ങളെ സുഖിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ പോലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങളെ സുഖിപ്പിച്ച് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന, നിങ്ങളെ സുഖിപ്പിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും, ഇനിയും വരുമായിരിക്കും. അവരെയൊക്കെ നിങ്ങളില്ല കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ കണ്ടോ കുറച്ചു കാലം കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഒന്ന് റീച്ച് ഇല്ലെങ്കിൽ ഈ ചങ്ങയുടെ ആദ്യം പ്ലേറ്റ് മാറ്റും. ആദ്യം ഇവിടില്ല മുസ്ലിങ്ങളെ നല്ലത് പറയും, പല സുഖിപ്പിക്കലും മുസ്ലിങ്ങളെ നടത്തും. അതൊന്നും നിങ്ങൾ ഇനി ഉണ്ടല്ല അങ്ങോട്ട് ഇനി വിശ്വസിച്ചേക്കരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.